ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ദേവി നാരായണി നമോസ്തുതേ. ദേവി നാരായണി നമോസ്തുതേ. ഓം മണി ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനീ ത്രജഗതാം നാഥേ വിരിഞ്ചപ്രിയേ വാണീ ദോഷമശേഷമാശുകളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേൻ ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും ദേവലശ്ശേരി ഭഗവതിയുടെ പുണ്യമാർന്ന ഈ തിരുസന്നിധിയിൽ നടക്കുന്ന രണ്ടാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ പ്രഥമ ദിവസമായ മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പാരായണം ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഭഗവതിയുടെ അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും അറിയേണ്ട മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന വിശേഷമായിരിക്കുന്ന തലങ്ങളെ അതിന് വിശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും യഥാർത്ഥമായിരിക്കുന്ന ഭക്തി തലങ്ങളെ സംബന്ധിച്ച് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പം ആരാണ് യഥാർത്ഥത്തിലുള്ള ഭക്തൻ എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ചർച്ച നടക്കുന്ന കാലമാണ്. ഭക്തിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലം. ഞാനാണോ നീയാണോ ഏറ്റവും നല്ല ഭക്തൻ, നമ്മളിൽ ആരാണ് യഥാർത്ഥ ഭക്തര് എന്നൊക്കെ ഇങ്ങനെ ചർച്ചകൾ ഒരുപാട് നടക്കുന്ന കാലമാണ്. നമ്മളിൽ പലരും അതിൻ്റെ ഭാഗമാകും, ചിലപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമല്ലാതെയാണ്. യഥാർത്ഥമായിരിക്കുന്ന ഭക്തി എന്താണ് എന്ന്, അതിനെന്താണ് വേണ്ടത് എന്ന് ഋഷീശ്വരന്മാർ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പല വിധത്തിലുള്ള വ്യവസ്ഥകൾ നമ്മളുടെ മുൻപിലുണ്ടാകും. പക്ഷേ പ്രായോഗികമായിരിക്കുന്ന തലത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ഋഷീശ്വരന്മാർ തന്നെ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നു. അതിലേറ്റവും ലളിതമായിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഭക്തി ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ അവൻ ആരായി മാറുകയുള്ളൂ, ഒരു ഭക്തനായി മാറുകയുള്ളൂ. യഥാർത്ഥമായിരിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥമായിരിക്കുന്ന സ്നേഹമാണ്. മാതൃഭക്തിയും പിതൃഭക്തിയും എന്നൊക്കെ പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് പൂജിക്കുകയും ദീപാരാധന നടത്തുകയും അർച്ചന നടത്തുകയും ചെയ്യുന്നത് കൊണ്ടല്ല ഭക്തനാകുക എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മാതൃഭക്തിയും പിതൃഭക്തിയൊക്കെ നമ്മുടെ അമ്മയൊക്കെ വിളിച്ചിരുത്തി അഭിഷേകമൊക്കെ നടത്തി അർച്ചനയൊക്കെ നടത്തി ദീപാരാധനയൊന്നും നമ്മൾ നടത്താറുണ്ട്. പക്ഷെ അമ്മയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഭക്തി എന്താണ്? അമ്മയോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണ്. നമ്മുടെ അമ്മ എന്ന് പറയുന്ന പരമാർത്ഥത്തെ നമ്മൾ നന്നായി അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ സംതൃപ്തിയുണ്ട്. അതാണ് യഥാർത്ഥമായിരിക്കുന്ന അനുഗ്രഹമായി നമ്മൾ കരുതുന്നത്. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഈശ്വരനെയൊക്കെ ഭരിക്കപ്പെടണം. എല്ലാ ഈശ്വരന്മാരും നമുക്ക് വേണം. പക്ഷെ അവർക്ക് എത്രാമത്തെ സ്ഥാനമേ ഉള്ളൂ? മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞേ ഉള്ളൂ. ആർക്ക് സ്ഥാനം? ഈശ്വരന് പോലും സ്ഥാനം. അപ്പോൾ അതുകൊണ്ട് ആ 3 പേരെ നന്നായി നമ്മൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. അവരുടെ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരൻ എന്ന പരമാർത്ഥ തത്വത്തെ നമുക്കറിയാൻ സാധിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഇതൊന്നും നമുക്ക് പൂർണ്ണമായ രീതിയിലേക്ക് ചെന്നെത്താൻ നമുക്ക്
സാധിക്കപ്പെടാറ്. അപ്പൊ യഥാർത്ഥമായിരിക്കുന്ന ഭക്തി ഉണ്ടാകാൻ, അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി ഉണ്ടാകാൻ നമുക്ക് എന്തുണ്ടാകണം എന്ന് ചോദിക്കുമ്പോഴാണ് അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഇന്നലെ പറഞ്ഞ 9 കൂട്ടം കാര്യങ്ങൾ. ഏതൊക്കെയായിരുന്നു? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ഇത്രയും കൂട്ടം കാര്യങ്ങൾ, ഈ 9 കൂട്ടം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? യഥാർത്ഥമായിരിക്കുന്ന ഭക്തി. ആ യഥാർത്ഥമായിരിക്കുന്ന ഭക്തി നമുക്കുണ്ടായി കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു ഭക്തനാണ്. ആ ഭക്തനായിരിക്കുന്ന നമ്മൾ വലിയ, ഇപ്പോൾ നമ്മൾ പറയും ഭഗവതിയെ ഭജിക്കണമെങ്കിൽ നമ്മൾ വലിയ മന്ത്രങ്ങൾ ജപിക്കണം, സഹസ്രനാമം ജപിക്കണം, അല്ലെങ്കിൽ ഇന്നത് ജപിക്കണം, ഇതൊന്നും ജപിക്കണമെന്നൊന്നും ഭഗവതി ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഭഗവതി എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി അഥവാ നിഷ്കളങ്കമായിരിക്കുന്ന സ്നേഹത്തോടു കൂടി ഈശ്വരന്റെ അടുക്കലേക്ക് നമ്മൾ സമീപിക്കപ്പെട്ട നമ്മളുടെ ആ പ്രാർത്ഥനകളെ നമുക്ക് എന്താണോ വേണ്ടതെന്ന് ആർക്കറിയാം? ഭഗവതി അറിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് ഭഗവതിമാരും ഭഗവാന്മാരും എത്രയോ പ്രാവശ്യം എത്രയോ തലങ്ങളിൽ പറഞ്ഞു തന്നു. എത്രയോ അനുഭവങ്ങളുടെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നു. ഉത്തമ ഭക്തന്മാരായിരിക്കുന്ന എത്രയോ പേരുടെ ഒരു വലിയ നിയമവ്യവസ്ഥകളൊന്നും പഠിക്കാത്ത ആളായിരുന്നു പ്രഹ്ലാദൻ. പക്ഷെ അദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ ഉത്തമനായിരിക്കുന്ന ഭക്തനായി മാറി. ആ ഭക്തിയുടെ ഗുണത്താൽ ഭഗവാൻ തന്നെ ആ പ്രഹ്ലാദന്റെ മുമ്പിലേക്ക് അവതരിച്ച കഥകളൊക്കെ നമ്മൾ അറിയാം. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഭഗവാന്റെ അടുക്കൽ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആ വരങ്ങൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാനെ എനിക്ക് ഒരു വരവും അങ്ങയുടെ അടുക്കൽ നിന്ന് വേണ്ട. അപ്പോൾ പറഞ്ഞു, അതല്ല, നിനക്ക് എന്തെങ്കിലും വരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങയോടുള്ള നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി എനിക്ക് എന്നും നിലനിർത്തി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞു. ഭഗവാൻ അത് കേട്ടപ്പോ തൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെയാണല്ലോ തന്നോട് ചോദിച്ചത്. പക്ഷെ മറ്റുള്ളവരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം, എത്രയോ വരങ്ങൾ ചോദിക്കാം, ഇതെല്ലാം ഒന്നും ചോദിക്കാതെ തന്നോടുള്ള നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി മതി എനിക്ക് ഭഗവാനെ, അതൊരിക്കലും എനിക്ക് നശിച്ചു പോകരുതേ ആ ഭക്തി എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് തൻ്റെ മുമ്പിൽ തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന പ്രഹ്ലാദനെ ആ നരസിംഹമൂർത്തി എടുത്ത് തൻ്റെ ആ മടിയിലേക്ക് അങ്ങോട്ട് ഇരുത്തിയിട്ട് അവന്റെ നെറുകയിൽ ഇങ്ങനെ നന്നായി തലോടിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, നീ കാരണം നിന്റെ പൂർവികന്മാരായിരിക്കുന്നവർ പോലും പിന്നീടുള്ളവരും എല്ലാം വിശുദ്ധന്മാരായി വരും. നീ ഇത്രമാത്രം നല്ലൊരു കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ അവന്റെ നെറുകയിൽ ഒന്ന് നന്നായി തലോടി. എന്നിട്ട് ഭഗവാൻ തന്റെ നെഞ്ചോട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് മറ്റെന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ എന്ന് ചോദിച്ചപ്പോ ആ പ്രഹ്ലാദൻ ഭഗവാനോട് പറഞ്ഞത് ഒരു കാര്യമേ ഉള്ളൂ, ഭഗവാനെ, ഈ ഉള്ളവന് അങ്ങയോട് ഒരു സംശയം ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. എന്താണ് കുഞ്ഞെ നിന്റെ സംശയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാന് എൻ്റെ അച്ഛനോട് പറഞ്ഞതാണ് ഈ തൂണിലാണ് അങ്ങിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ അച്ഛന് തൻ്റെ കയ്യിലിരുന്ന് ആയുധമെടുത്ത് ആ തൂണിലേക്ക് വെട്ടിയപ്പോൾ തൂണ് രണ്ടായി പിളർന്നു. അതിൽ നിന്ന് നരസിംഹമൂർത്തിയായിരിക്കുന്ന അങ്ങ് അവതരിച്ചല്ലോ ഭഗവാനെ, അതെന്താ ഭഗവാനെ അങ്ങനെ അവതരിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ആ കുഞ്ഞിനോട് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. അപ്പൊ പറഞ്ഞു, കുഞ്ഞേ, നീ എൻ്റെ ഉത്തമനായിരിക്കുന്ന ഭക്തനാണ്. ഭക്തനില്ലാതെ ഒരു ഭഗവാനും ഈ ലോകത്ത് നിലനിൽപ്പില്ല. അപ്പോ എൻ്റെ ഉത്തമ ഭക്തനായിരിക്കുന്ന നീ ഈ തൂണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് എൻ്റെ ഭഗവാൻ നാരായണൻ ഈ തൂണിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ തൂണിൽ നീ പറഞ്ഞ വാക്ക് സത്യമാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പരിപൂർണമായി നിറവേറ്റിയതാണ് ആ തൂണിലൂടെ ഞാൻ വന്ന് നിന്റെ മുമ്പിൽ അവതരിച്ചത്. എൻ്റെ യഥാർത്ഥ ഭക്തർ എന്താണോ പറയുന്നത് അതാണ് ഞാൻ. യദ്ഭാവോ തദ്ഭവതി, ഏത് വിധത്തിലാണോ നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് അതേ വിധത്തിലായി നിന്റെ അടുക്കലേക്ക് ഞാൻ എത്തും. നീ നിന്റെ സ്വന്തമായി കണ്ടു, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് നീ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് ഞാൻ വന്നില്ലേ. നിന്റെ അച്ഛൻ കണ്ടത് എന്നെ ഒരു ശത്രുവായി കാണാം, അതുകൊണ്ടാണ് ഞാൻ ആ ശത്രുവേഷത്തിലായിട്ട് അവിടെ എത്തിയത്. അപ്പൊ ഇത് നമ്മൾ ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ ഒരു പാഠമാണ്. കാരണം എന്താ, നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിച്ച ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി വരുമോ, അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇച്ചിരി ദൂരെ പോയിട്ട് ഒരു മണിയൊക്കെ കെട്ടി പ്രാർത്ഥിച്ചാലേ നമുക്ക് ഭഗവതി അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് വിചാരിക്കും.
മാസം തോറും നമ്മൾ മണികെട്ടാൻ പോകുന്നവരാണ്. മണികെട്ടുന്ന ദോഷമാണെന്നല്ല, മറിച്ച് നമ്മളുടെ തൊട്ട് മുമ്പിലുള്ള ദേവതയെ ഭജിക്കാതെ, നമ്മുടെ മുമ്പിലുള്ള ദേവതയെ പ്രാർത്ഥിക്കാതെ നമ്മൾ എത്ര വലിയ ദൂരത്തേക്ക് പോയാലും അതിനൊന്നിനും ബലമുള്ളതല്ല എന്നുള്ളതാണ്. ദേവലശ്ശേരിയിൽ ഭഗവതി ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റെല്ലാ ദേവതകളുടെയും ശക്തി ചൈതന്യം ആ അന്തർലീനമായിരിക്കുന്ന ഭഗവതിയുടെ ശേഷേണ വിരാജിക്കുന്ന ആ വിഗ്രഹത്തിൽ കാണുന്ന ഭഗവതിയുടെ ആ അവസ്ഥകളെ നമ്മൾ ഉൾക്കൊള്ളപ്പെട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തരാൻ ഭഗവതിക്ക് യാതൊരു മടിയുമില്ലാത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷം ഈ വേദിയിൽ ഇരുന്ന് ഞാൻ പറയുമ്പോൾ ഈ സ്ഥലവും ഈ സാഹചര്യവും ഒന്നും ഇങ്ങനെയായിരുന്നില്ലായിരുന്നോ? അല്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു? ഒരിക്കലും വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ട് അപ്പുറത്തേക്കൊക്കെ പോകാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. ഞങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടു. പക്ഷെ ഇപ്പോഴും അത് എത്ര മാത്രം മാറി എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ വീടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് നമ്മുടെ ഭഗവതിക്കും ആ ഭഗവതിയുടെ അവസ്ഥകൾക്കും ഒക്കെ മാറ്റം ഉണ്ടായപ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ചു. നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളുടെ ഒരു ഭാഗം അതിന്റെ ഭാഗമായി കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര അഭിമാനത്തോടു കൂടിയാണെന്ന് ആലോചിച്ചു. അല്ലേ? നമ്മൾ എത്ര അഭിമാനത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബന്ധുക്കളെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നവാഹത്തിൽ പങ്കെടുപ്പിച്ചു. അത് കഴിഞ്ഞ് പോയിട്ട് അടുത്ത പ്രാവശ്യം നവാഹത്തിനായി അവർ വരുമ്പോൾ അവർ അതിശയിച്ചു പോകും നമ്മുടെ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം എന്തുകൊണ്ടാണ്? ഭഗവതി അകത്തിരുന്നു കൊണ്ട് ഒരു അനുവാദം നൽകിയത് കൊണ്ടാണല്ലേ? ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം നമുക്ക് സാധിക്കില്ല. പക്ഷേ ഭഗവതി വിചാരിച്ചു നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഭഗവതിക്ക് ഇതൊന്നും വേണ്ട. വേണോ? അന്നദാനം ഉണ്ടോ ഒക്കെ ഭഗവതിക്ക് വേണം? വേണ്ട. പക്ഷെ ആർക്ക് വേണം? ഭഗവതിയുടെ ഭക്തരായിരിക്കുന്ന നമുക്ക്, ഭഗവതിയെ കാണാനെത്തുന്ന നമുക്ക് ഇതെല്ലാം ആവശ്യമുള്ളതാണ്. അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഭഗവതി തന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ പ്രാർത്ഥനകൾ ആര് കേൾക്കുന്നു? ഭഗവതി നന്നായി കേൾക്കുന്നു. അകത്തിരുന്നു കൊണ്ട് ഭഗവതി അതെല്ലാം നന്നായി കേൾക്കുന്നുണ്ട്. എന്തെല്ലാം വേണമെന്ന് പറയുമ്പോഴും അതെല്ലാം തരാൻ ആരെ തയ്യാറാക്കും? നമ്മളെ തന്നെ തയ്യാറാക്കും. ഭഗവതി ഒന്നും കൊണ്ട് തന്നില്ല. തന്നോ? ഇല്ല. ഭഗവതി ആരിലൂടെയാണ് തന്നത്? നമ്മൾ ഓരോരുത്തരിലൂടെയുമാണ്. നമ്മൾ ഓരോരുത്തരിലൂടെയും നമുക്ക് നൽകിയത് ഭഗവതി നമ്മളിലൂടെ നൽകിയതാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ഉത്തമമായിരിക്കുന്ന ഭക്തി കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഭഗവതിയുടെ പ്രാധാന്യം നമ്മൾ ഏറ്റവും കൂടുതൽ വിശേഷേണ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലമാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്താണ്? എന്താണ് തിഥി? അമാവാസി. ഈ അമാവാസി കഴിഞ്ഞു കഴിയുമ്പോൾ മുതൽ നമ്മൾ പ്രഥമ മുതൽ നവരാത്രിയുടെ ആചരണങ്ങൾ ആരംഭിക്കപ്പെടും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ അമാവാസിയുടെ അന്നിപ്പോൾ ഒന്ന് വായന തുടങ്ങിയതിന്റെ കാരണം എന്താണ്? രാവിലെ ഒരു അമ്മയോട് വന്ന് ചോദിച്ചു, അമാവാസിയായിട്ട് വായിക്കാമോ? അമാവാസി ആർക്കാണ് പ്രാധാന്യം? ഭദ്രകാളിക്ക് പ്രാധാന്യമാണ്. അല്ലേ? ഭദ്രകാളി ഏറ്റവും ശേഷമായിരിക്കുന്ന ദിവസം ഏതാണ്? അമാവാസി തന്നെയാണ്. അമാവാസിയും പൗർണമിയും ഒക്കെ ഭഗവതിയുടേതാണ്. എന്തുകൊണ്ട്? അത്രയും പ്രാധാന്യം അവിടെ ഭഗവതിക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ തുടങ്ങി? നവരാത്രി തുടങ്ങുന്ന അഷ്ടമിക്ക് പൂജ വെക്കുന്ന ദിവസം ഇപ്രാവശ്യം നേരത്തെ ആവുമ്പോൾ ആ പൂജ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പരിപൂർണമായിട്ട് ഭഗവതിയുടെ വിശേഷതകളെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അമാവാസിയാകുന്ന ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കപ്പെടുന്നത്. ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം ഭഗവതിക്ക് എല്ലാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് തന്നെയാണ്. അകത്തിരുന്ന് ഭഗവതി എന്താണ് വിചാരിക്കുന്നത്? തന്നെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ തൻ്റെതായിരിക്കുന്ന ഭക്തജനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം എന്നിലേക്കുണ്ടാകുന്ന ഭക്തിയുടെ തോതിനെ വർദ്ധിപ്പിക്കപ്പെടും. കൂടുതൽ ഒരു പൂവിനേക്കാൾ ഒരു വലിയ പൂക്കൾ കൊണ്ട് ഒരു വലിയ മാലയുണ്ടാക്കി എങ്ങനെയാണോ നമ്മൾ സമർപ്പിക്കപ്പെടുന്നത്, അതുപോലെയാണ് കൂടുതൽ ഭഗവതിയെയും ഭഗവാനെയും സംബന്ധിച്ച് നമ്മൾ അറിയുക എന്നുള്ളത്. ഇതറിയുവാൻ വേണ്ടിയിട്ട് ഭഗവതിയുടേതായിരിക്കും ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ദേവി ഭാഗവതം. ഏകദേശം 18,000-ഓളം ഗ്രന്ഥസംഖ്യ ഉള്ള ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥമാണ് ദേവി ഭാഗവതം എന്ന് പറയുന്നത്. ആ ദേവി ഭാഗവതത്തിൽ വളരെ വിശേഷമായി പറയപ്പെടുന്ന ദേവിയെ സംബന്ധിക്കുന്നതായ കാര്യങ്ങൾ. അവിടെ ആർക്കാണ് പ്രാധാന്യം? ഭഗവതിക്കാണ് പ്രാധാന്യം. ഭഗങ്ങൾ വഹിക്കുന്ന
ഭഗവതിക്കാണ് പ്രാധാന്യം. കഥകളെല്ലാം ഏകദേശം എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. അത് ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതാത് ഭാഗങ്ങൾക്കുള്ള പ്രാധാന്യം അതാത് ഗ്രന്ഥങ്ങളിലൂടെ പ്രാധാന്യത്തോടു കൂടി പറയുന്നു. ഭഗവതിയുടെ കഥയിൽ നിന്നും പറയുമ്പോൾ, കൃഷ്ണാവതാരത്തെ പറയുമ്പോൾ ഭഗവതിക്കാണ് അവിടെ പ്രാധാന്യം. ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഭഗവാൻ കൂടി എത്തിയത് എന്നുള്ള ഒരു അനുഗ്രഹത്തെ അവിടെ പറയുന്നു. ഭഗവാന്റെ കഥകൾ ഉൾപ്പെടുന്ന ഭാഗവതം പറയുമ്പോൾ ഭഗവാന്റെ പ്രാധാന്യം, ഇതെല്ലാം പറഞ്ഞ് ശിവപുരാണം പറയുമ്പോൾ ആ ഭഗവാൻ പരമേശ്വരന് പ്രാധാന്യം. എന്തുകൊണ്ടാണ്? ഒരച്ഛനും അമ്മയ്ക്കും 4 മക്കളുണ്ടെങ്കിൽ ആ 4 മക്കളും വിശേഷണയുള്ളവരാണ്. അമ്മയ്ക്കും അച്ഛനും ഈ 4 മക്കൾ ഒരുപോലെയാണെങ്കിലും ഈ 4 മക്കളും ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് പ്രത്യേകമായി പറയും. അമ്മ പറയും, ആ മിടുക്കനാണ് അവൻ ആദ്യത്തെ മൂത്ത മകനാണെങ്കിൽ അവൻ നന്നായി പടം വരയ്ക്കുന്നവനാണ്. നന്നായി പടം വരയ്ക്കുന്ന അവൻ വരച്ച ഓരോ ചിത്രങ്ങൾ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് എന്ന് ഒന്നാമത്തെ മകനെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ മകന് വിഷമം ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ട് രണ്ടാമത്തെ മകനെയും പറ്റി പറയും, അവൻ നന്നായി പാട്ട് പാടും, അവന്റെ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമാണെന്നറിയാവോ. അപ്പൊ മൂന്നാമത്തെ കുട്ടിയെ നോക്കിയിട്ട് പറയും, ഇവൻ നന്നായി നൃത്തം ചെയ്യും, അവന്റെ നൃത്തങ്ങൾ കണ്ടാൽ എന്തൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നത്. അപ്പൊ നാലാമത്തെ മകൻ നന്നായി പാചകം ചെയ്യും, അവനുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദുണ്ടല്ലോ എത്ര വിശേഷമാണെന്നറിയാമോ. അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്? ആ അമ്മയുടെ അച്ഛൻ്റെയും 4 മക്കളും എത്ര ശ്രേഷ്ഠരാണ്. അതുപോലെയാണ് ഈശ്വരന്റെ കാര്യങ്ങളും. ഭഗവതിയെ പറ്റി നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഭഗവതിയുടെ നടയിൽ ഇരുന്നു കൊണ്ട് ഭഗവതിയെ പറ്റി കൂടുതൽ നമ്മൾ അറിയുമ്പോൾ ആ ഭഗവതിയുടെ വിശേഷത, ഒരു കണ്ണാടി ബിംബമായിരിക്കുന്ന വിഗ്രഹത്തില് ഒരു ചെറിയ കണ്ണാടി, നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ കണ്ണാടി ബിംബമാണ് നമ്മളിവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ആ കണ്ണാടി ബിംബത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദേവചൈതന്യം എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഈ നാടിന് മുഴുവൻ അനുഗ്രഹത്തെ നൽകുന്ന ഭഗവതിയുടെ ബലമാണ് എന്ന് നമുക്ക് ഉത്തമമായിരിക്കുന്ന ബോധ്യം അതിലൂടെ ഉണ്ടാകും. അങ്ങനെ ആ ഭഗവതിയെ മഹാകാളിയായി നമ്മൾ കാണപ്പെടുന്ന ഭഗവതി, എന്തുകൊണ്ടാണ് ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ, ഭദ്രകാളിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ജപിക്കുന്ന നാമം ഏതാണ്? കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഭഗവതി എനിക്ക് എന്താണ് നൽകേണ്ടത്? കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച, എന്റെ കുലത്തെയും, കുലധർമ്മം ച, എന്റെ കുലധർമ്മത്തെയും, മാം ച, എന്നെയും, പാലയ പാലയ, പരിരക്ഷിക്കപ്പെടണം. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ജനിച്ച കുടുംബം, നമ്മുടെ കുടുംബത്തിന്റെ കുലധർമ്മങ്ങൾ, നമ്മളെ ഓരോരുത്തരെയും ഭഗവതി രക്ഷിക്കപ്പെടണമേ എന്ന് നമ്മൾ ആ ഭഗവതിയുടെ മുമ്പിൽ നന്നായി പ്രാർത്ഥിക്കപ്പെടുന്നു. ആ പ്രാർത്ഥന നൽകുന്ന ഭഗവതിയാണ് ആര്? ഭദ്രാ ഭഗവതി. ഭദ്രതയെ നൽകുന്നവളാണ് ഭദ്രകാളിയായി മാറപ്പെടുന്നത്. അപ്പൊ ആ ഭദ്രാ ഭഗവതിയുടെയും സരസ്വതിയുടെയും മഹാലക്ഷ്മിയുടെയും പ്രാധാന്യത്തെ പറയുന്നതാണ് ഈ നവരാത്രി കാലങ്ങൾ എന്ന് പറയുന്നത്. ഭഗവതിമാർ 3 വിധമാണ് എന്നാണ് പറയുന്നത്. മഹാലക്ഷ്മിയും മഹാസരസ്വതിയും മഹാകാളിയുമായിരിക്കുന്ന തലങ്ങൾ, ഇവ 3നെയും 3 തലങ്ങളിലൂടെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ദിവസങ്ങളാണ് ഈ നവരാത്രി കാലം എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്കെല്ലാം ഏറ്റവും ഉയരത്തിലൊരു ഭഗവതി കൂടിയുണ്ട്. ഇവരെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലളിതാ പരമേശ്വരിയായിരിക്കുന്ന ഒരു ഭഗവതിയുണ്ട്. ആ ലളിതാ പരമേശ്വരിയിൽ നിന്നും ദുർഗയായും ലക്ഷ്മിയായും ഭദ്രയായും അനവധി പാർവതിയായും തുടങ്ങി അനവധി രൂപഭാവങ്ങളിലേക്ക് ഭഗവതി നമ്മളുടെ മുമ്പിലേക്ക് എത്തിയത് എന്തിനാണ്? നമ്മൾ ഓരോ ഭാഗങ്ങളിലൂടെയും അറിയേണ്ട ധർമ്മങ്ങളെയും കർമ്മങ്ങളുടെയും വിശേഷതകൾ നമ്മൾ നന്നായിട്ട് അറിയുക എന്നുള്ളതാണ്. അതറിയുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. ആ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കപ്പെട്ടില്ലെങ്കിൽ ഇവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായിരിക്കുന്ന സത്യം. ഈ ശിവപുരാണത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് പാർവതിയോട് അങ്ങ് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ വിശേഷം, പാർവതിയോട് പരമേശ്വരൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മഹാദേവൻ തന്നെ പറയുന്നുണ്ട്, പാർവതി ദേവിയോട് പറയുന്നുണ്ട്, ഇതെല്ലാം അറിയുന്ന ആളാണ് പാർവതിയെങ്കിലും ഈ ലോകത്തുള്ള ദേവിയുടെ ഭക്തന്മാർക്ക് കൂടി ഇത് അറിയുവാൻ വേണ്ടിയിട്ടാണ് ഭഗവതിയോടായി പറയുന്നത്. എന്നതുപോലെ തന്നെയാണ് ഭഗവതിയുടെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിയുന്നത് എന്തിനാണ്?
ആ ഭഗവതിയുടെ ഭക്തരായിരിക്കുന്ന നമുക്ക് ആ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 18,000-ഓളം ശ്ലോകങ്ങളിലൂടെ ഭഗവതിയുടെ വിശേഷതകളും സവിശേഷതകളും ഒക്കെ നമ്മളിലേക്ക് ഉണ്ടായി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി പറയുന്നു, ഇതിന് 5 വിധത്തിലുള്ള ലക്ഷണങ്ങളാണ് നമ്മളുടെ ദേവീ ഭാഗവതത്തിനുള്ളത് എന്ന് പറയും. 10 വിധ ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള. ആ 10 ലക്ഷണങ്ങളുമുള്ള ഗ്രന്ഥം ഏതാണ്? ശ്രീമദ് ഭാഗവതമാണ്. അതിൽ 5 വിധത്തിലുള്ള ലക്ഷണങ്ങളും ഉള്ള ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥമാണ് ഏത്? ശ്രീമദ് ദേവീ ഭാഗവതം എന്ന് പറയുന്നത്. സർഗവും പ്രതിസർഗവും താൻ വംശം മന്നന്തരങ്ങളും വംശാനുചരിതം പിന്നെ പുരാണം പഞ്ചലക്ഷണം എന്നാണ്. 5 ലക്ഷണങ്ങളാണ് ശ്രീമദ് ദേവീ ഭാഗവതത്തിന് പ്രധാനമായിട്ട് പറയുന്നത്. 5 വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ളതെല്ലാം ഉത്തമമാണ്. അത്യുത്തമമായി പറയുന്നു 10 വിധത്തിലുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ഇവിടെ ദേവീ ഭാഗവതത്തിന്റെ 5 വിധത്തിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് ഇപ്പോൾ ചിന്തിക്കപ്പെടേണ്ടത്. ഒന്ന്, സർഗം എന്ന് പറയുന്ന വിശേഷതകളുണ്ട്. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവതിയുടെ മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും അതോടൊപ്പം തന്നെ മഹാകാളിയുടെയും പ്രാധാന്യങ്ങളെ വിശേഷമായി പറയുന്നത് കൊണ്ട് സർഗം എന്ന ലക്ഷണം ആ ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ സർഗം അതോടൊപ്പം തന്നെയാണ് പ്രതിസർഗം എന്ന് പറയുന്ന ലക്ഷണവും കൂടിയുണ്ട്. പ്രതിസർഗം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥമായിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തി ചൈതന്യം കൊണ്ടാണ് ഇവയെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ബോധത്തെ നമുക്ക് നൽകുന്നു. നമ്മളെ ആരാണ് പ്രസവിച്ചത്? ആരാണ്? അമ്മയാണ് പ്രസവിച്ചത്. അതിന്റെ കാരണഭൂതൻ ആരാണ്? നമ്മുടെ അച്ഛനാണ്. എന്നതുപോലെയാണ് ഭഗവതിയാണ് ഇതെല്ലാം ചെയ്തതെങ്കിലും അതിന്റെ എല്ലാം കാരണഭൂതനാരാണ്? ഇതിനെല്ലാം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ്. ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഭഗവതിമാരും ഉൾപ്പെടുമ്പോഴാണ് നമ്മളുടെ മാതാപിതാക്കൾ അഥവാ നമ്മളുടെ രക്ഷകർത്താക്കളായി അവർ മാറപ്പെടുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹവും കൂടി നമുക്കുള്ളത് കൊണ്ട് അതിന്റെ പ്രാധാന്യം ഇതിൽ പറയുന്നത് കൊണ്ട് ഇതിന് ഏത് ലക്ഷണവും കൂടിയുണ്ട്? പ്രതിസർഗം എന്ന ലക്ഷണം കൂടിയുണ്ട്. ഇപ്പൊ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്? സർഗം, പ്രതിസർഗം, 2 ലക്ഷണങ്ങൾ പറഞ്ഞു. ഉറങ്ങുന്ന ആള് ഒന്നുകൂടി നിവർന്നിരുന്നാൽ നന്നായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഒന്നാമത്തെ ലക്ഷണം ഏതാണ്? സർഗം എന്ന ലക്ഷണം. രണ്ടാമത്തെ പ്രതിസർഗം എന്ന ലക്ഷണം. ഇവിടെ നിന്ന് ഒരാൾ ഇരുന്ന് ഉറങ്ങിയ എനിക്ക് അപ്പൊ കാണും. 1/2 കിലോ തൂക്കി, അപ്പൊ കോട്ടെന്ന് വിചാരിച്ചു 1/2 കിലോ കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. പിന്നെ 1 കിലോയും കൂടെ തൂക്കിയപ്പോൾ മുന്നോട്ട് പോയി. ഈ 2 കിലോ തൂക്കിയാൽ വീണു. അതുകൊണ്ടാണ് നേരത്തെ എന്ന് പറഞ്ഞത് ഉറങ്ങല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഒന്നാമത്തെ ലക്ഷണം ഏതാണ്? സർഗം. രണ്ടാമത്തെ സർഗം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും മഹാകാളിയെയും പറ്റി പറയുന്നത് കൊണ്ടാണ് സർഗം എന്ന ലക്ഷണം. പ്രതിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പറ്റി പറയുന്നതുകൂടെ കൊണ്ട് ഇതിനെല്ലാം കാരണഭൂതരായിരിക്കുന്ന പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. സർഗം, പ്രതിസർഗം. അടുത്തതെന്താണ്? വംശം. ആ വംശത്തെ പറ്റി പറയുന്നുണ്ട്. പലരും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇതൊക്കെ കെട്ടുകഥകളാണെന്നൊക്കെ പറയും. ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറയണമെങ്കിൽ എന്താണ്? നമുക്ക് നമ്മളോട് ചോദിക്കുന്ന എന്താണ് പേര്? മനോജ് നമ്പൂതിരി എന്നാണ്. അച്ഛന്റെ പേരെന്താണ്? വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അപ്പൂപ്പന്റെ പേരെന്താണ്? മാധവൻ നാരായണൻ നമ്പൂതിരി എന്നാണ്. അപ്പൂപ്പന്റെ അച്ഛന്റെ പേരെന്താണ്? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യോ? അങ്ങനെ ഒരാൾ പേര് എനിക്ക് അറിയത്തില്ല, ഒരു അപ്പൂപ്പന്റെ അപ്പൂപ്പനാണ്. അല്ല, നമ്മളങ്ങനെ ഓർത്തെന്ത് പറയും? അത് മാധവൻ നമ്പൂതിരി എന്നാണ്. അതിന്റെ അച്ഛന്റെ പേരെന്തുവായിരുന്നു? അങ്ങനെ നമ്മളോട് ഓരോരുത്തരോടും ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 തലമുറയ്ക്ക് അപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല. അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മുടെ കുടുംബം ഇല്ലെന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അല്ല. ഇവിടെ പറയുന്നു വംശം എന്ന് പറയുന്നു. ഏതൊക്കെ വംശത്തിൽ നിന്നാണ്? ഒരു വംശത്തിൽ നിന്നും അടുത്ത ആളിൽ നിന്നും അടുത്ത തലമുറയിൽ തൽസുതൻ, ആളുടെ മകൻ, ആളുടെ മകൻ, ആളുടെ മകൻ എന്നിങ്ങനെ പറഞ്ഞ് എത്രയോ തലമുറകളെ പറ്റി പറയുന്നുണ്ട് ഈ ദേവീ ഭാഗവതത്തിൽ. അതുകൊണ്ട് വംശത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് വംശം എന്ന് പറയുന്ന ലക്ഷണം ഈ ഭാഗത്തിനുണ്ട്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന് ഉണ്ടെന്ന് പറയും. അടുത്തതാണ് മന്വന്തരം എന്ന് പറയുന്നു. ഇതെല്ലാം നടക്കുന്നത് ഏതൊക്കെ കാലമാണെന്ന് വളരെ കൃത്യമായി പറയുന്നു.
ഇതൊക്കെ ഏതൊക്കെ മനുക്കളുടെ കാലത്താണെന്ന് പറയുന്നത് കൊണ്ടാണ് അതിന് മന്വന്തരം എന്ന് പറയുന്ന ലക്ഷണമുണ്ട് എന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ലക്ഷണമാണ് വംശാനുചരിതം. വംശാനുചരിതം എന്ന് പറഞ്ഞാൽ ഓരോ വംശത്തിലുള്ളവരും അവരെന്തെല്ലാം പ്രാധാന്യത്തോടു കൂടിയുള്ളവരാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വെറുതെ ഒരാളുടെ മകനാണെന്ന് പറഞ്ഞു പോവുകയല്ല. ആ ആളുടെ മകൻ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം ഏതൊക്കെ വിധത്തിലുള്ള ആളായിരുന്നു, അത് അദ്ദേഹം ഏതെല്ലാം തലത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുന്നത് കൊണ്ട് എന്തുണ്ടായിരുന്നു, വംശാനുചരിതം എന്ന് പറയുന്ന ലക്ഷണവും കൂടി ദേവി ഭാഗവതത്തിന് ഉണ്ട്. അപ്പൊ എത്ര വിധത്തിലുള്ള ലക്ഷണങ്ങളാണ്? സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. 5 വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഉള്ളത് 5 വിധത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതുള്ളത് ശ്രീമദ് ദേവി ഭാഗവതത്തിന് ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ അത് ഉൾപ്പെടുന്ന അത്രയും വിശേഷതകൾ ഉള്ളതാണ് എന്ത്, നമ്മളുടെ ദേവി ഭാഗവതം എന്ന ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥത്തെ പറ്റി നമ്മൾ ചിന്തിക്കപ്പെടേണ്ടതുണ്ട്. അവിടെ പിന്നീട് പറയുന്നത് ശ്രീമദ് ദേവിയുടെ മാഹാത്മ്യത്തെ അല്ലെങ്കിൽ ദേവി മഹിമകളെ പറയുകയാണ്. അപ്പൊ ദേവി മഹിമകൾ പറയപ്പെടുന്നത് എന്താണ്? ഭഗവതി എന്ന് പറയുന്ന ഭഗങ്ങൾ വഹിക്കപ്പെടുന്നവളായിരിക്കുന്ന ആ ഭഗവതി നമുക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളാണെന്ത്, ഭഗവതിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സ്വാദ് എന്ന് പറയും. പഞ്ചസാരയുടെ സ്വാദ് എന്താണ് പഞ്ചസാരയുടെ സ്വാദ്? മധുരമാണ്. ശർക്കരയുടെ സ്വാദോ, കൽക്കണ്ടത്തിന്റെ സ്വാദോ, അതെല്ലാം. പക്ഷെ ഇവയെല്ലാം ഒരുപോലെ ഇരിക്കുകയാണോ? അല്ല. പഞ്ചസാരയുടെ മധുരമാണോ നമുക്ക് ശർക്കരയുടെ മധുരം? അല്ല. ഇത് രണ്ടുമല്ല കൽക്കണ്ടത്തിന്റെ മധുരം. മധുരമുള്ള തേനിന്റെ മധുരം ഇത് ഏതെങ്കിലും വലിയ പ്രാധാന്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇതെല്ലാം എന്താണ്? മധുരങ്ങളാണ്. ഭഗവതിയിൽ നിന്നും, തേവലശ്ശേരി ഭഗവതിയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ഇങ്ങനെയാണ്, അത് അനുഗ്രഹമാണ്. തിരുവഞ്ചാകാവ് ഭഗവതിയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? അതും അനുഗ്രഹമാണ്. തിരുവാറന്മുള തമ്പുരാന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നത് എന്താണ്? അതും അനുഗ്രഹമാണ്. എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിശേഷതകളായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഓരോ വിധത്തില് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ വിധത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ കാണുക, അറിയുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. പക്ഷെ ഇവയെല്ലാം ഉപയോഗിക്കേണ്ടിടത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് മധുരമാണ് ഉപയോഗിക്കുന്നത്? പഞ്ചസാരയുടെ മധുരമാണ്. അതിലേക്ക് ഇച്ചിരി ശർക്കര ഇട്ടാൽ മധുരം കിട്ടില്ലേ? മധുരം കിട്ടുമോ? ഇല്ലയോ? കിട്ടും. പക്ഷെ എന്തുണ്ടാവില്ല? സ്വാദുണ്ടാവില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടിടത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിന് എന്തുണ്ടാകുകയുള്ളൂ? അതിന് സ്വാദുണ്ടാകുകയുള്ളൂ. ആ സ്വാദുണ്ടായെങ്കിലേ നമുക്ക് എന്തുണ്ടാകുകയുള്ളൂ? തൃപ്തി ഉണ്ടാവുകയുള്ളൂ. ആ തൃപ്തി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണമായിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടി കിട്ടണം. എന്ത്? സംതൃപ്തി എന്നുണ്ടാകും. ഭക്ഷണം കഴിച്ചു, വിശപ്പ് മാറിയോ തൃപ്തിയായി. പക്ഷെ എന്തുണ്ടാകണം? ഒരു സംതൃപ്തി കൂടി നമുക്കുണ്ടാകണം. അപ്പൊ ഇതെല്ലാം നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. ദേവി ഭാഗവതത്തിന്റെ ഏറ്റവും വിശേഷത ഭഗവതി എന്ന് പറയുന്നത് നമുക്ക് അതുപോലെയാണ്. അതിനെ അത്രമാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഗുണകരമായി മാറുകയുള്ളൂ. ദേവി ഭാഗവതത്തില് അതിലൊരു ഭാഗം പറയുന്നുണ്ട്, ഹയഗ്രീവാവതാരം എന്ന് പറയുന്നൊരു ഭാഗം. ഭഗവാൻ മഹാവിഷ്ണുവിന് ഒരു ശാപം കിട്ടിയിരുന്നു. ആരുടെ അടുക്കൽ നിന്നാണെന്ന് അറിയാമോ? ഭഗവതിയായിരിക്കുന്ന മഹാലക്ഷ്മിയുടെ അടുക്കൽ നിന്നും ഒരു ശാപം കിട്ടി. കാരണം ഒരിക്കൽ ഭഗവതി ഇങ്ങനെ നടന്നു വരികയാണ്. ഭഗവതി ഭഗവാന്റെ അടുക്കൽ വന്ന് നിന്നപ്പോ ഭഗവാൻ ഒന്ന് നോക്കി ചിരിച്ചു. അപ്പോ ഭഗവതി വന്നത് ഒരു വലിയ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം പറയാൻ. പക്ഷേ ഭഗവാന്റെ പുഞ്ചിരി കണ്ടപ്പോ ഭഗവതിക്ക് തോന്നി തന്നെ കളിയാക്കിയാണ് ചിരിക്കുന്നതെന്ന്. കാരണം എന്താണ്? തന്നേക്കാൾ വലിയ ഏതെങ്കിലും സുന്ദരിമാരെ ഓർത്ത് ഇരുന്നപ്പോഴാണ് താൻ അങ്ങോട്ട് ചെന്നത്. അപ്പോഴായിരിക്കും തന്നെ കണ്ടത്. അയ്യോ ഇല്ലേ? പണ്ട് പറയില്ല, ഏതോ സിനിമയിൽ പറയുന്നത്, ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിന്റെ അടുത്ത് എവിടെ ഇടണമെന്ന് തോന്നുന്നത്? കിണറ്റിലിടണമെന്ന് തോന്നുന്നത്. അങ്ങനെയാണെന്ന് വിചാരിച്ച് ആര് വിചാരിച്ചു? മഹാലക്ഷ്മി വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഭഗവാനോട് പറഞ്ഞു, ഈ പുഞ്ചിരിച്ച ശിരസ്
അറ്റുപോകട്ടെ എന്ന്. അതാണ് സ്ത്രീയുടെ ഒരു പ്രത്യേകത. സ്ത്രീയുടെ ഒരു പ്രത്യേക സ്വഭാവ ഗുണങ്ങളാണ് അതിൽ വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? മഹാലക്ഷ്മി പറഞ്ഞു കൊടുത്ത് എന്താണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ പുഞ്ചിരി കൊണ്ട് അങ്ങനെ കളിയാക്കിയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു ശാപം തരുന്നു. എന്ത്? ആ ശാപത്തിലൂടെ എന്താണ് വരുന്നത്? അങ്ങയുടെ ശിരസ്, ഒരു പുഞ്ചിരി ഉണ്ടായത് എവിടെയാണ്? ശിരസിലാണ്. അതുകൊണ്ട് എന്ത് നഷ്ടപ്പെടട്ടെ? ഈ തല, ശിരസ് അങ്ങ് അറ്റുപോകട്ടെ. അപ്പൊ ഭഗവാൻ അത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. കാരണം ഭഗവാൻ വേണ്ടത് എനിക്കിപ്പോ എങ്ങനെയെങ്കിലും എന്റെ തലയൊന്ന് പോകണേ എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അപ്പുറത്തൊരു ആവശ്യവുമായിട്ട് കുറച്ചു പേർക്ക് അപേക്ഷ തന്നിട്ടുണ്ട്. ഭഗവാൻ വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്തിനാണ്? അവിടെ ഒരു അസുരനുണ്ടായിരുന്നു. ഈ അസുരൻ ഇങ്ങനെ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് ഭഗവാനെ. അപ്പൊ അതുകൊണ്ട് ഈ ആളിനെ ഒന്ന് കൊന്നു തരണം, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഒന്ന് നോക്കി എങ്ങനെയാണ് അത് അസുരനെ കളയുക എന്ന് നോക്കിയപ്പോ അസുരൻ വന്ന് ഒരുപാട് വരങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ബ്രഹ്മദേവനിൽ നിന്ന്. എന്താണ്? കുതിരയുടെ തലയുള്ള ഒരു ഈശ്വരൻ വന്നേ എന്ത് ചെയ്യാവൂ? തന്നെ കൊല്ലാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന് അത്രമാത്രം ശക്തിയുള്ള ഒരാളെ വരാവും. അപ്പൊ അതിന് ആർക്കേ പറ്റത്തുള്ളൂ? മഹാവിഷ്ണുവിനെ പറ്റത്തുള്ളൂ. മഹാവിഷ്ണുവിന്റെ ശിരസ് എന്താണ്? അത് മനുഷ്യ മുഖമാണ്. അപ്പൊ അതിൽ നിന്നും ഒരു കുതിരയുടെ മുഖം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ എന്ത് വേണം? ഇതൊക്കെയാണ് ഈ രൂപഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല ദേവൻ ആരാണ്? മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന് ഏതെല്ലാം വിധത്തിൽ വേണമെങ്കിലും അവതാരങ്ങൾ എടുക്കാം. ഏറ്റവും കൂടുതൽ അവതാരം എടുത്തിട്ടുള്ള ഭഗവാനും ആരാണ്? മഹാവിഷ്ണുവാണ്. അപ്പൊ അതുകൊണ്ട് മഹാവിഷ്ണുവിനെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാം. അന്നേരമാണ് എന്ത് തോന്നിയത്? ഭഗവാൻ ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് തോന്നിയത്. അപ്പൊ ഈ ഭഗവതിയുടെ ഈ ശാപം കിട്ടിയപ്പോ ഭഗവതിയോട് പറഞ്ഞു, മഹാലക്ഷ്മിയോട് പറഞ്ഞു, ഈ ഒരു ശാപത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക. അപ്പൊ ചോദിച്ചു അതെന്താണ്? അപ്പൊ പറഞ്ഞു അതിനൊരിത്തിരി ഉപയോഗമുണ്ട്. നീ ഇപ്പോൾ ശടിച്ച ശാപം എനിക്ക് അർഹതപ്പെട്ടതാണ്. ഞാൻ ആരെയും ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ പോലും പിന്നെന്താണ്, നിന്നിൽ നിന്ന് കിട്ടിയ ശാപം എനിക്ക് ഗുണകരമായി വന്ന് ഭവിക്കുന്നത് ഈ നാടിനാണ്. അപ്പോൾ അങ്ങനെ അനുഗ്രഹമായി നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് വന്ന് എന്ത് ചെയ്തു? തൻ്റെ ആ അമ്പെടുത്ത് അതിലോട്ട് തല വെച്ച് ഇങ്ങനെ അതിലോട്ട് താടി ഇങ്ങനെ വെച്ചുകൊണ്ട് സുഖമായിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങി. ഇതാണ് ഏറ്റവും നല്ല അവസരം എന്ന് വിചാരിച്ചപ്പോൾ എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ വിളിച്ചിട്ട് പലരോടും പറഞ്ഞു, ആ അമ്പിന്റെ ഞാനത് പൊട്ടിച്ചു തരാം. പലരോട് ചോദിച്ചപ്പോഴും എല്ലാവർക്കും ഒരു ഭയമാണ്. ഇതെങ്ങനെയാണ് പോയി ചെയ്താൽ എന്തായിരുന്നാലും അതിനൊരു ഉറപ്പായിട്ടൊരു ശിക്ഷ കിട്ടും. അറിഞ്ഞുകൊണ്ടൊരു ശിക്ഷ മേടിക്കേണ്ടത് എന്തിനാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കേട്ട ഒരാൾ കൂടി വന്നു. ആരാണെന്നറിയാമോ? കുറച്ച് ചിതലുകൾ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങളിത് ചെയ്യാം, ഞങ്ങളെ കൊണ്ടിത് പറ്റും, അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യാം. ഞങ്ങൾ ചെന്ന് അദ്ദേഹത്തിന്റെ ശിരസ് അറ്റുപോകാൻ വേണ്ടിയിട്ട് ഈ അമ്പിൽ കെട്ടിയിരിക്കുന്ന ഞാണ് പൊട്ടിച്ചു തരാം. അങ്ങനെ ചിതലുകളെല്ലാം അങ്ങോട്ട് വളരെ സാവധാനം അങ്ങോട്ട് ചെന്നു. ചെന്നിട്ട് ഇതിന്റെ അടുക്ക ചെന്നിട്ട് ബ്രഹ്മദേവനോട് ചോദിച്ചു, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇത് മുഖാന്തരം ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും ആരാണ് ഉത്തരവാദി? കൊല്ലുന്നതിനേക്കാൾ തെറ്റാണെന്ത്? കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ഇല്ലേ? അതും തുല്യ ശിക്ഷയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് അതിന് വലിയൊരു അനുഗ്രഹമൊക്കെ ഞാൻ തരാം, ആദ്യം നിങ്ങൾ കാര്യം സാധിച്ചിട്ട് വരുമല്ലോ. അങ്ങനെ ചിതലുകളെല്ലാം വരിവരിയായി ചെന്ന് ഈ അമ്പിന്റെ അടുക്കൽ ചെന്ന് ഈ ഞാണിന്റെ അടുക്കൽ ചെന്ന് പതുക്കെ ഇത് മുറിച്ചു. ഞാൻ അങ്ങോട്ട് പൊട്ടിയതും ഈ അമ്പങ്ങ് നിവർന്നപ്പോഴേക്കും ഭഗവാന്റെ ശിരസ് മുകളിൽ നിന്ന് അറ്റുപോയി. അങ്ങനെ ഭഗവാന്റെ ശിരസ് അറ്റുപോയപ്പോഴേക്കും എല്ലാവർക്കും പ്രയാസം. ഇപ്പൊ ബ്രഹ്മദേവനെ ആദ്യം കാണാൻ ചെന്നു. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു യാഗാശത്തെ കൊണ്ടുവന്ന് ആ ശിരസ്സെടുത്ത്, ആ കുതിരയുടെ ശിരസ്സെടുത്ത് അവിടോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ അത് ശരിയാക്കിയേക്കാം. അങ്ങനെ അത് ശരിയാക്കി. അപ്പൊ ചിതലുകൾക്കാണ് പ്രശ്നം. ചിതലുകളൊക്കെ ഇങ്ങനെ വെന്ത് നിൽക്കുകയാണ്. ലോകം മുഴുവൻ ഈ ചിതലിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ബ്രഹ്മദേവൻ പറയുന്നത്, നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം? ഹോമത്തിന്റെ ഉച്ഛിഷ്ടമായി കിട്ടുന്നതെല്ലാം നിങ്ങൾക്കെടുക്കാം. നിയമം ഹോമം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹോമത്തിന്
പരിധി വെക്കുക എന്നുള്ളത്. ഹോമകുണ്ടത്തിന് ചുറ്റിനും ദർഭപ്പുല്ലൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ടോ? 4 ദർഭപ്പുല്ല, വടകിഴ പടിതേന്നു, വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക്, അങ്ങനെ 4 4 ദർഭപ്പുല്ല് വീതം വെച്ച് അഗ്നിയെ പരിരക്ഷിക്കും, അതിനെ പരിസ്കരിക്കുക എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ അഗ്നിയെ പരിസ്കരിക്കും. കാരണം അഗ്നിയെ കൊണ്ടുവന്ന് ഹോമകുണ്ടത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അഗ്നിക്കൊരു പരിധി നിശ്ചയിക്കണം. അതിനപ്പുറത്തേക്ക് അഗ്നി പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ അഗ്നിക്കൊരു പരിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഹവിസിന്റെ ബാക്കി ഭാഗങ്ങൾ അഥവാ ഹോമത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ആർക്കെടുക്കാവുന്നതാണ്? ചിതലുകൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ അവർക്ക് അതിന് അവകാശം കൊടുത്തു എന്നാണ്. അപ്പോൾ ഇങ്ങനെ തന്റെ ശിരസ് പോയി ഒരു കുതിരയുടെ ശിരസ് വന്നപ്പോഴേക്കും ഭഗവാനെ എന്തായിട്ട് ആ അവതാരത്തെ എന്താണ് പറയുക? ഹയഗ്രീവാവതാരം എന്ന് പറഞ്ഞു. പക്ഷെ ഇതേ പേരിലുള്ള ഒരു അസുരൻ കൂടി ഉണ്ടായിരുന്നു. ഈ അസുരൻ എന്ത് ചെയ്തു? ഈ അസുരൻ തപസ് ചെയ്ത ഒരു അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുതിരയുടെ തലയുള്ള ഒരാൾ വന്ന് വേണം തന്നെ കൊല്ലാൻ. അപ്പോഴാണ് മഹാലക്ഷ്മിക്ക് എന്ത് മനസ്സിലായത്? തന്നെ കൊണ്ട് ഇതാര് ജയിച്ചതാണ്? മഹാവിഷ്ണു തന്നെ ജയിച്ചതാണ്. അപ്പൊ താൻ അറിഞ്ഞുകൊണ്ടതാണല്ലോ, അറിയാതെയാണെങ്കിലും താൻ ഇങ്ങനെ ഒരു വലിയ തെറ്റിന്റെ ഭാഗമായല്ലോ. തന്റെ ഭർത്താവിന്റെ ശിരസ്സറ്റു പോകണം എന്നൊരു ഭാര്യ ചിന്തിച്ചാൽ ആ ഭാര്യ ഉത്തമയായിരിക്കുന്ന സ്ത്രീയാണോ? ആണോ? അല്ല. അപ്പോൾ ആ തലത്തിലേക്ക് തനിക്ക് മാറപ്പെടേണ്ടി വന്നല്ലോ. അതെന്താണ്? അത് കാലവൈഭവമാണ് എന്ന് പറയും. വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പലപ്പോഴായിട്ട് നമ്മൾ ഭർത്താവിനെ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലയോ? പറയുമോ ഇല്ലയോ? പറയും. അത് പറയരുതെന്നാണ്. നമ്മൾ അതിനൊരിക്കലും നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ആരേ ഉള്ളൂ? ലോകത്തെ ഏറ്റവും കുറ്റമുള്ള ആൾക്കാന്നാണ് പറയുന്നത്, തന്റെ ഭർത്താവിനാണ്. അങ്ങനെ പറയുന്ന ഉത്തമമായിരിക്കുന്ന സ്ത്രീകളല്ല എന്ന് പറയുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും ഭർത്താവിനെ കുറ്റങ്ങൾ പറയരുത് എന്നാണ്. ഭർത്താവിന് കുറ്റങ്ങൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും. ഭർത്താവിന്റെ കുറ്റങ്ങളെയും കുറവുകളെയും പരിഹരിക്കപ്പെടുവാൻ കഴിവുള്ളവളാണ് ആര്? ഉത്തമയായിരിക്കുന്ന ഭാര്യ. അതുകൊണ്ടാണ് ധർമ്മപത്നി ലക്ഷണം കൃത്യമായി പറയുന്നത്. അതെത്രയേ ഉള്ളൂ, അത് അവർക്കേ ഉള്ളൂ. അതിന് അത്രമാത്രം ഗുണവും കഴിവും പ്രാപ്തിയും ഉള്ളത് ആർക്കേ ഉള്ളൂ? സ്ത്രീക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉത്തമ പത്നി ലക്ഷണത്തെ പറയപ്പെടുന്നത്. ഉത്തമ പത്നി ലക്ഷണം ഏതൊക്കെയാണ്? കാര്യേഷു മന്ത്രി, കരണേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ക്ഷമയാ ധരിത്രി, ശൈലേഷു ദേശീയ. അപ്പൊ ഈ ഇത്രയും വിധത്തിലുള്ള ലക്ഷണം. കാര്യേഷു മന്ത്രി, കാര്യങ്ങളൊക്കെ ഒരു മന്ത്രിയെ പോലെ നോക്കി നടത്തുവാനുള്ള കഴിവ് കാര്യേഷു മന്ത്രി. കരണേഷു ദാസി, ഒരു ദാസിയെ പോലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുവാനുള്ള കഴിവ്. രൂപേഷു ലക്ഷ്മി, രൂപം കൊണ്ട് മഹാലക്ഷ്മിയെ പോലെ സുന്ദരിയായി നിൽക്കണം. രൂപേഷു ലക്ഷ്മി, ക്ഷമയാ ധരിത്രി, ക്ഷമയുടെ കാര്യത്തിൽ ഭൂമിദേവിയെ പോലെ ക്ഷമയുള്ളവളായി മാറണം. ശൈലേഷു ദേശീയ. അപ്പൊ ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരാണ് ഉത്തമ പത്നിയായിട്ട്, ഉത്തമ ധർമ്മപത്നിയായിട്ട് അതിന് കൊണ്ടുവരാം. ഉത്തമ ധർമ്മപത്നിയായിട്ട് അവരെ കാണണമെന്നാണ് പറയുന്നത്. അപ്പൊ ഉത്തമ പത്നിയായി നമ്മൾ ഓരോരുത്തരും മാറണം. അതുകൊണ്ടാണ് എന്ത്? കഴുത്തിൽ കെട്ടിയ താലി എപ്പോഴേ മാറ്റത്തുള്ളൂ. വെറുതെ പോലും ആ ദേഹത്ത് നിന്നും ഒരിക്കൽ പോലും നമ്മൾ മാറ്റാൻ പാടില്ല. ഒരിക്കലേ മാറ്റുകയുള്ളൂ. അത് എപ്പോഴാണ് മാറ്റുന്നത്? അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് മാറ്റുന്നതെന്നാണ്. അപ്പൊ അങ്ങനെ ഒരിക്കൽ മാത്രമേ താലി മാറ്റാവൂ എന്നാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? മംഗല്യ സൂത്രം എന്ന് പറയുന്നത്. തൊഴുമ്പോൾ പോലും താലി കൂടി എടുത്ത് വേണം തൊഴുതു പ്രാർത്ഥിക്കാൻ എന്നാണ്. എന്താണ്? തന്റെ ഭർത്താവിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. അതിനെന്ത് വേണം? താൻ ദീർഘസുമംഗലിയായിരിക്കണമെന്ന് നന്നായി പ്രാർത്ഥിക്കണം. താൻ അങ്ങനെ ദീർഘസുമംഗലിയായിരിക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഭർത്താവ് ആയുസ്സോടുകൂടി ഇരിക്കണം. ആ പ്രാർത്ഥനയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിങ്കളാഴ്ച വ്രതവും വെള്ളിയാഴ്ച വ്രതവും ഒക്കെ നമ്മൾ നന്നായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഭഗവതി നമുക്കൊരു കാരണമായിട്ട്
അത് അന്നേരം കളിക്കുമ്പോൾ മാറ്റി. അപ്പൊ അങ്ങനെ ആ ഒരു ലക്ഷണത്തിലേക്ക്, ഗുണത്തിലേക്ക് എത്തുവാൻ ഭഗവതി നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും. അപ്പൊ ഈ ഇന്ന് പാരായണം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹയഗ്രീവാവതാരം. അപ്പൊ ഈ ഹയഗ്രീവാവതാരവും ലക്ഷ്മിയുടെ ശാപവുമാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ. കഥകളൊക്കെ കൂടുതൽ കഥാഭാഗങ്ങളൊക്കെ പ്രധാനമായിട്ട് വരുന്നതേയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ തലത്തിൽ നിന്നാണ് ചിന്തിച്ചത് തീരുമാനത്തിലെത്തുന്നില്ലേ. ഇപ്പൊ രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുന്നു, അപ്പുറത്ത് നിന്ന് രണ്ടുപേർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ നമ്മളെ ഒന്ന് നോക്കി, എന്നിട്ട് അവർ വീണ്ടും സംസാരിച്ചു തുടങ്ങും. നമ്മൾ എന്ത് വിചാരിക്കും? നമ്മളെ പറ്റിയാണ്. അവരിതൊന്നും വിചാരിച്ചതേ അല്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പറയുന്നത് ഈ കേൾക്കുന്ന ആൾക്ക് അത്ര തൃപ്തിയുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കേൾക്കാൻ തൃപ്തിയില്ലാത്ത കാര്യങ്ങളാകും. ഒന്നുകിൽ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന ആൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ വലിയ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ, നമുക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഒരു അസ്വസ്ഥരാവില്ലയോ? ചുമ്മാ അങ്ങനെ ഫോൺ എടുത്ത് നോക്കാം, ആരെങ്കിലും വിളിച്ചോ? നമുക്കറിയാം ഒരാൾ വിളിച്ചാൽ ബെല്ലടിക്കുമെന്ന് നമുക്കറിയാം. എന്നാലും നമ്മളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിഞ്ഞൊന്നു നോക്കും. അവിടെ ആരെങ്കിലും ഒക്കെ നിൽപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കും. നമ്മൾ ഇങ്ങനെ അലക്ഷ്യമായിരിക്കും. പക്ഷെ അതിന്റെ ഫലം എന്താണ് വരുന്നത്? അപ്പുറത്ത് നിൽക്കുന്ന ആൾ വിചാരിക്കും, കണ്ടോ കുറച്ചു നേരം കൊണ്ട് രണ്ടുപേരോട്ടിരുന്ന് എന്റെ കുറ്റം പറയുക, അല്ലെങ്കിലും എനിക്കറിയാം രണ്ടുപേരുടെ കുറച്ചു കാലമായിട്ട് എന്റെ കുറ്റം പറയുവാണെന്ന് വിചാരിക്കും. എന്താണ് സത്യം? എന്താണ് സത്യം? നമ്മൾ അങ്ങനെ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? നമ്മൾ പലരുടെയും കുറ്റങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് തോന്നും? അതുപോലെ നമ്മളുടെ കുറ്റം ആര് പറയുകയാണെന്ന്, അവർ പറയുകയാണെന്ന്. അപ്പൊ ഇവിടെ ഒരു വലിയ തത്വത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്. സത്യം അറിയാതെ, അല്ലെങ്കിൽ അത് നമുക്ക് ബോധ്യമാകാതെ ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും നമ്മൾ എത്തുവാൻ പാടില്ല എന്ന ഒരു വലിയ തത്വത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും വിചാരിക്കും അവർ രണ്ടുപേരും കൂടെ പോയി, രണ്ടുപേരും ഒരു സ്ഥലത്തോട്ട് പോയി, നമ്മളെ കണ്ടു. അപ്പൊ കണ്ടിട്ട് അവര് നമ്മളോടൊന്നും പറയാതെ പോയി, കണ്ടോ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ കാര്യങ്ങൾ അറിയാതെ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളോട് പറഞ്ഞില്ല, കണ്ടോ എന്നെ മാത്രം വിളിക്കാതെ പോയ, കണ്ടോ മനഃപൂർവ്വമാണെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, അവർക്ക് ബൈക്കിലാണ് പോയത്. ബൈക്കിൽ പോകുമ്പോൾ രണ്ടുപേരും കൂടുതൽ പോകാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ആ സാഹചര്യത്തെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതുണ്ടാകുന്ന സാഹചര്യത്തെയും അവസ്ഥകളെയും അറിയാതെ നമ്മളുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് പലതും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് പലപ്പോഴും പിന്നീട് എന്താവും? വിദ്വേഷമാകും, വിരോധമാകും, ശത്രുതയാകും, ഒക്കെ നമ്മളിലേക്ക് വന്ന് ഭവിക്കും. ഇത് എന്തും ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ നമ്മളെ വിളിക്കണ്ട, എന്നെ നോക്കിയെങ്കിൽ നോക്കട്ടെ, നമ്മളെന്തുകൊണ്ടാണ് നോക്കി? നമുക്ക് സൗന്ദര്യമുള്ളവർക്കാണ് നോക്കിയെന്ന് വിചാരിച്ചാൽ നമുക്കൊരു സമാധാനം. അങ്ങനെ മാത്രം ചിന്തിച്ച് എന്ത് ചെയ്യണം? സമാധാനപ്പെടുവാനായി നമ്മൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇന്നലെ നമ്മൾ 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ശ്രവണം, കീർത്തനം, സ്മരണം. നല്ലത് കേൾക്കണം, നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം. നല്ലത് ചിന്തിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ടൊന്നും നമുക്കൊന്നും ലോകത്തൊന്നും നഷ്ടപ്പെടാനില്ല. നല്ലതായി സംഭവിക്കട്ടെ, നല്ലതായിട്ടേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ. ഇതൊരു വലിയ തത്വത്തെ നമുക്ക് ഭാഗവതത്തിലൂടെ ഭഗവതി നമുക്ക് പറഞ്ഞു തരികയാണ്. കാരണം നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടേക്കാം. നമ്മൾ വേണമെങ്കിൽ അപ്പുറത്ത് ഇരുന്ന ഒരാൾ എന്ത് വേണം പറയാം, കണ്ടോ നിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, നിന്റെ കാര്യം അതെന്ന് പറയുന്നു. ഒരു സുഖം, ഒരു സമാധാനം. അവർ രണ്ടുപേരും തമ്മിലൊന്ന് തല്ലുമ്പോൾ കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനം. ഇമ്മണിക്ക് ആച്ചായാലും എന്ന് നമ്മളും വിചാരിക്കും, ഇല്ലേ? അത്രയും കൂടെ പറഞ്ഞു കഴിഞ്ഞ് ശരിയാ, ഇയാൾ തന്നെ നല്ലപോലെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൂരെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നല്ലോ, നിന്റെ കാര്യം അതൊന്ന് പറയും.
എഴുതിക്കൊണ്ടിരുന്ന ആളുടെ മനസ്സമാധാനവും പോയി. ഈ പറഞ്ഞാക്ക് എന്താണ്, ആ പോകുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, അതൊരു വലിയ ആനന്ദമായി മാറും. കാരണം അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് ഈ സമൂഹത്തിൽ. അവരെ എന്ത് വേണം, നമ്മൾ ഒഴിവാക്കണം. ആരെയാണ് ഒഴിവാക്കേണ്ടത്? അതിനൊരു നിയമം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 7 പേരുണ്ടെന്ന് ഈ ലോകത്ത്. ഈ 7 പേരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ഒഴിവാക്കണം. ആരൊക്കെയാണ് 7 പേര്? 7 പേരെയും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. വിശക്കുന്നോ? ആ തലകുലുക്കുന്നില്ല. ആ മൂളന് ഒരു ഇത്ര ബലമില്ലാത്തൊരു മൂളലാണ്. എന്നാൽ ഈ 7 പേരെയും കൂടെ പറഞ്ഞ് സമാധാനത്തോടു കൂടി നമുക്ക് പോയി ഊണ് കഴിക്കാം. പ്രശ്നവാദി ഗുരു മൗനി കിമേക സ്തംഭമൂലകി പ്രേക്ഷകോ ബാണ സപ്തയിലെ സജീവാത്മ. ഇങ്ങനെയുള്ള 7 പേരെ നമ്മൾ ഒഴിവാക്കണം. പ്രശ്നവാദി ഒന്നാമത്തെ ആളാണ്. ആര്? പ്രശ്നവാദി. എന്ത് പറഞ്ഞാലും അതൊന്നും ശരിയാകത്തില്ല, അതൊന്നും നടക്കത്തില്ല, ഒന്നും വേണ്ട. അല്ല, ഒരു കാര്യം ഞാൻ അല്ല, അത് പറയണ്ട, അത് നടക്കത്തില്ലെന്നേ. എത്ര വലിയ കാര്യം, അത് നടക്കുന്ന കാര്യം എന്തോ എന്ന് വിചാരിക്കുക, അതൊന്നും നടക്കുന്ന കാര്യം ഒന്നും അല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം പറഞ്ഞു, അല്ല അടുത്ത കാര്യം പറഞ്ഞു, അത് നടക്കുന്ന കാര്യമേ അല്ല. എന്തുവാണെന്ന് പോലും നമ്മളോട് പറയും, നമ്മളെ കൊണ്ട് പറയിപ്പിക്കത്തില്ല ഒന്ന്. ഇല്ലെങ്കിലോ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവരാണ് എന്ത്? പ്രശ്നവാദി എന്ന് പറയും. ചില ഈ ആൾക്കാരൊക്കെ കൂടുമ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കണം. ചില എന്ത് കാര്യം പറഞ്ഞാലും അതിനെ നമ്മൾ പറയത്തില്ല, എന്തോ പറഞ്ഞാലും അത് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. ഈ ലോകത്ത് നമുക്ക് നടത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ല, ഇല്ലേ? ഒറ്റ വർഷം കൊണ്ട് നമുക്ക് ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊന്നുമില്ലാത്ത എത്രയോ അമ്പലങ്ങളുണ്ട്, എത്രയോ സമ്പത്തുള്ള എത്രയോ അമ്പലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റിയോ? ഒന്നും പറ്റിയില്ല. പറ്റാത്തടത്ത് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇറങ്ങിയത് കൊണ്ട്. എല്ലാവരും കയറി വരാൻ പറഞ്ഞാൽ ആരും വണ്ടിയെ കയറത്തില്ല, കയറുമില്ല. ഒന്ന് വണ്ടി ഒന്ന് വിട്ടാട്ടോ. വരുന്നവരെല്ലാം എന്ത് ചെയ്യും? ഓടി കയറി വണ്ടി കയറി. നമ്മളൊന്ന് വണ്ടി വിടാനുള്ള പ്രയാസം. നമ്മളെല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും കയറിയിട്ട് വണ്ടി വിടാമെന്ന് വിചാരിക്കുന്നവർ. അങ്ങനെയല്ല, നമ്മളൊന്ന് ഇറങ്ങണം. ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? കാര്യം സംഭവിക്കും. അപ്പോഴേ നമുക്കറിയാം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അതിനൊന്നിനും സമ്മതിക്കാത്തവരാണ് എന്ത്? സ്വന്തമായ കഴിവില്ലാത്തവരുമാണ്. സ്വന്തമായ കഴിവില്ലെങ്കിലും എന്താണ്? മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ടുള്ള സമാധാനക്കുറവും കൊണ്ടാണ് എന്ത് പറയുന്നത്? ഇതൊന്നും നടക്കത്തില്ല. അവരെ എന്താണ് പറയുന്നത്? പ്രശ്നവാദി എന്ന് പറയും. രണ്ടാമത്തെ ആളാണ് ഗുരു എന്ന് പറയും. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ്? അവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെ ഇങ്ങനെ ഉപദേശിച്ച് അവസാനം നമ്മൾ പറയും, ഞാൻ ഈ കാര്യം ചെയ്യുന്നതേ ഇല്ലെന്ന്. നമ്മളെ ഉപദേശിച്ച് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. അങ്ങനെ ആളാണ് ആര്? ഗുരു എന്ന് പറയും. മൂന്നാമത്തെ ആളുണ്ട് മൗനി എന്ന് പറയും. എന്ത് പറഞ്ഞാലും എനിക്കൊരഭിപ്രായവും ഇല്ല. അല്ല, എന്തായാലും ഞാനൊരു കാര്യം പറയുകയാണത് കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്കൊരഭിപ്രായവും. നീ ചെയ്യുവോ ചെയ്യാതിരിക്കുവോ, നടക്കുവോ നിൽക്കുവോ ഇരിക്കുവോ, എന്ത് വേണം ചെയ്യും, എനിക്കൊരഭിപ്രായവും ഇല്ല. ഇവരോട് എന്ത്? ഒരു കാര്യവും നമ്മൾ പറയുന്നു. അപ്പൊ ആരൊക്കെയാ നമ്മൾ പറഞ്ഞത്? പ്രശ്നവാദി, ഗുരു, മൗനി. നാലാമത്തെ ആളാണ് കിമേക എന്ന് പറയും. നമ്മളിപ്പോ പറയും കോഴഞ്ചേരി വരുമ്പോൾ ഒരു സാധനം മേടിച്ചിട്ട് വരാൻ പറയും. നമ്മൾ ഒരാളോട് പറഞ്ഞ കോഴഞ്ചേരി പോയി ഇന്ന സാധനം മേടിച്ചിട്ട് വരണേ പറയും. എൻ്റെ കൂടെ ഒരാളെയും കൂടെ വിടാമെങ്കിൽ ഞാൻ പോയി. എന്നെ കൊണ്ട് തന്നെ പാലില്ല, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഇന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആളിനെ നമുക്ക് കൂട്ടാൻ പോലെ. ഒരാളെ കൂടെ കെടുക്കാനില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഈ ആളിനോട് പറഞ്ഞു. പക്ഷെ എന്താണ്? ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യത്തില്ല. അങ്ങനെയുള്ളവരെയും ഒരു കാര്യം ഏൽപ്പിക്കുകയും ചെയ്യരുത്, ഒരു കാര്യം അവരോട് പറയുകയും ചെയ്യരുത്. ഇപ്പൊ എത്ര പേരെ പറഞ്ഞു നമ്മൾ? പ്രശ്നവാദി, ഗുരു, മൗനി, കിമേക. അടുത്തതാണ് സ്തംഭമൂലകി. അഞ്ചാമത്തെ ആളാണ് സ്തംഭമൂലകി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൗനി. മൗനിയെക്കാട്ടിലും 2 പടി മുകളിലുള്ള ആളാണ്. എന്താ? ഒരഭിപ്രായവും ശരി എന്ന അഭിപ്രായം ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാമോ? അത് പറ്റും. ഞാൻ അവിടുന്ന് മാറത്തുമില്ല, ഞാൻ അഭിപ്രായം പറയത്തുമില്ല, അത് ചെയ്യിപ്പിക്കത്തുമില്ല, സമാനം തരത്തുമില്ല. അങ്ങനെയുള്ള ആളാണ് ആര്? സ്തംഭമൂലകി. അഞ്ചാമത്തെ ആള് സ്തംഭമൂലകി. ആറാമത്തെ ആളാണ് പ്രേക്ഷക. അവരെന്ത് ചെയ്യും?
നമ്മൾ അവരോട്ട് ചെയ്യുമോ അതുമില്ല. മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ അതെടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ, അതെടുത്തോണ്ട് പോവാ എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവസാനം ഇത് ആരെടുത്താന്ന് ചോദിക്കുമ്പോൾ ആർക്ക് കിട്ടും? പഴി. എടുത്തുകൊണ്ട് വന്ന ആളിന് പഴി കിട്ടും. അപ്പൊ ഈ ആൾക്ക് എന്ത് ചെയ്യും? ശരിയായിട്ട് കൂടാതെ ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചത്, കൊള്ളത്തില്ലെങ്കിൽ എന്ത് പറയും? അത് അവരെ എടുത്തോണ്ട് വെച്ചെന്ന് പറയും. ഞാനൊന്നും പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചെയ്യാവൂ. ഞാൻ കെട്ടിച്ചാടാൻ പറഞ്ഞത് കെട്ടിച്ചാടുന്നില്ല. എല്ലാവരും ഒരു സ്ഥിരം അഭിപ്രായമാണ് കിടച്ചാടുക. അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല, ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തോടുള്ള നമ്മുടെ താല്പര്യം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറയുന്നത്, അവരുടെ പേരെന്താണ്? പ്രേക്ഷക. അടുത്ത ആളാണ്, ഏഴാമത്തെ ആളാണ് ആര്? ബാണഹ എന്ന് പറയും. ബാണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണ്ടൊരാള് ഈ കൊല്ലത്ത് പോയ കഥ പറഞ്ഞ പോലാണെന്ന് പറഞ്ഞു. ഒരാള് രാവിലെ തലേദിവസം വൈകിട്ട് വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ കൊല്ലത്ത് വരുന്നു പോകണം കേട്ടോ. അതിനെന്താ പോകാമെന്ന്. ഇപ്പൊ പിറ്റേ ദിവസം ഈ ആളിനെ തിരക്ക് ഇവിടെ വന്നപ്പോൾ ഈ ആൾ അവിടെ ഇല്ല. എന്ത് ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കണ്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആളെത്തി. എവിടെ പോയായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ രാവിലെ നമുക്കൊന്ന് കാണണം. അല്ല, നീ എന്ത് ഇന്നലെ പറഞ്ഞു എന്നോട് കൊല്ലത്ത് പോകണം, അതുകൊണ്ട് ഞാൻ രാവിലെ 3 മണിക്ക് എണീച്ച കൊല്ലത്തിന് പോയി. എന്തിനാ പോയേ? അല്ല, അതെന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് ഇന്നലെ എന്തോ എന്നോട് പറഞ്ഞു കൊല്ലത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അതുകൊണ്ട് നീ പറഞ്ഞത് കേൾക്കുന്നതനുസരിച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ 3 മണി ആയപ്പോഴേ ഇവിടുന്ന് പോയി. അത് വണ്ടി വിളിച്ചാ പോയിരിക്കുന്നത്. അങ്ങ് കൊല്ലത്ത് വരെ ചെന്ന് ചിന്നക്കടയൊക്കെ നിന്ന് കറങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്. കൊല്ലത്ത് നീ ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലെന്ന് മാത്രം നീ പറയാം. അതാണ് എന്ത്? ബാണഹ. അതിന് പണ്ടൊരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരാൾ കൊല്ലത്ത് പോയ പോലെ ഇല്ലേ? അങ്ങനെ പഴഞ്ചൊല്ലൊക്കെ എന്ന് പറഞ്ഞ പോലെയാണ്. ഇങ്ങനെയുള്ള 7 പേരോട് നമ്മൾ ഒരു കാര്യം പറയുകയും ചെയ്യരുത്, ഒരു കാര്യം ഏൽപ്പിക്കുകയും ചെയ്യരുത്. എന്തൊക്കെയാണ് ഈ 7 പേര്? പ്രശ്നവാദി, ഗുരു, മൗനി, കിമേക, സ്തംഭമൂലകെ, പ്രേക്ഷകോ, ബാണഹ, സപ്തൈജ, സജീവാദം. ഇങ്ങനെയുള്ള 7 പേരോട് ഒരു കാര്യം പറയുകയും ചെയ്യരുത്, ഒരു കാര്യം ഏൽപ്പിക്കുകയും ചെയ്യരുത്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതിനെ ഒഴിവാക്കപ്പെടുകയും സ്വീകരിക്കപ്പെടേണ്ടവയെ സ്വീകരിക്കപ്പെടുകയും അവയുടെ ഭാഗത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യപ്പെടുവാൻ നമുക്ക് സാധ്യമാകണം. അതിനെന്ത് വേണം? നമ്മളിൽ കൃത്യമായിരിക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും. അത് ഒരു കാര്യം ഞാൻ ചെയ്യും എന്ന് വിചാരിച്ചാൽ നമ്മളത് ചെയ്യാൻ തയ്യാറാണ്. ഒരു ഉത്തരവാദിത്വം നമ്മളിൽ വന്നാൽ ആ ഉത്തരവാദിത്വം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്ത് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടുകൾ എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ പറയുമോ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ എന്തെല്ലാം പറയട്ടെ. നല്ല മാമ്പഴമുള്ള മാവിലെ എന്ത് വരത്തുള്ളൂ? ഏറ് വരത്തുള്ളൂ. ചുമ്മാതിരിക്കുന്ന മറ്റു മാവിലാരും കയറിയോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? നല്ല മാമ്പഴമുള്ള സ്വാദുള്ള മാവാണെങ്കിൽ എവിടുന്ന് വരും? പന്തളത്തുനിന്ന് വന്നാണെങ്കിൽ ഇവിടെ വന്ന് കല്ലുറക്കി എറിയും. എന്താണ്? സ്വാദുള്ള മാമ്പഴമുള്ളത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും സ്വാദുള്ള മാമ്പഴമുള്ള മാവുകളായി ജീവിതത്തിൽ മാറപ്പെടും. അങ്ങനെ മാറപ്പെടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമ്മളെ പറ്റി ഒരു വലിയ ബലം, ഗുണം, അനുഗ്രഹം നമുക്കുണ്ടാകുകയുള്ളൂ. നമ്മളെ എന്നും പരിരക്ഷിക്കപ്പെടുകയും ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകും. അതിന് ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യമാർന്ന ഈ ഒരു ദിവസം നമുക്ക് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ഒരു ദിവസം ഭഗവത്പാദങ്ങളിൽ നമുക്ക് പരിപൂർണമായി മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ പരിപൂർണമായി സമർപ്പിക്കപ്പെടാൻ സാധിച്ചത് ഒരു പൂർവ്വപുണ്യ സുഹൃതമായി കരുതിക്കൊണ്ട് നമുക്ക് മധ്യാഹ്നത്തിലുള്ള ഏറ്റവും ശേഷമായിട്ടുള്ള പ്രാർത്ഥന ദാരിദ്ര്യദഹന സ്തോത്രം നമുക്ക് ജപിക്കാം. ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യമാണല്ലേ. ആ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ദോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദാരിദ്ര്യം നമുക്കൊരിക്കലും ഉണ്ടാകരുത് എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ദാരിദ്ര്യ ദഹന സ്തോത്രം ജപിക്കാം. കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് താത്തു വെച്ച് ആ ബാഗ് പേഴ്സൊക്കെ താത്തു വെച്ചോട്ടെ. എന്നിട്ട് തൊഴുത് വേണം ജപിക്കാൻ. ഓം നമഃ ശിവായ.
ഇത്രയും പോലെ ശബ്ദമൊക്കെ ഇച്ചിരി ഓം നമ ശിവായ. ഒരല്പം കൂടെ. ഓം നമ ശിവായ. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഗൗരീപ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസുകൃത്യകായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശമഭസ്മവിലേപനായ ഭാലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസനപൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വരവാഹനായ മാതംഗചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഭഗവാനോടും ഭഗവതിയോടും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അന്നവസ്ത്രാദി മുട്ടാതെ
തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആ എല്ലാം നൽകുന്ന ഭഗവാൻ, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന തമ്പുരാനെ ഭഗവാനാണ് ഇതെല്ലാം. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു അന്നപൂർണേശ്വരി കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ആ ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹങ്ങൾ നമുക്കെന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് പരിപൂർണമായി നമുക്കിവിടെ സമർപ്പിക്കാം. ധ്യാനത്തിന് ശേഷം നമുക്ക് പാരായണത്തോടുകൂടി സമാരംഭിക്കപ്പെടും. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ജഗദീശ്വരനും ജഗദീശ്വരി നമുക്ക് എന്നും എപ്പോഴും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം.